ഹലോ, അപ്പോൾ നമുക്കിന്ന് രസം ഉണ്ടാക്കാം. രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തക്കാളി തന്നെ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതാണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ള സാധനങ്ങളാണ് കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ തൊലി ഉണ്ടല്ലോ തക്കാളിയുടെ, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കളയാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും അതുപോലെ തന്നെ പുള്ളിയുടെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇടണ്ട, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് അതുപോലെ തന്നെ ഉലുവ അതിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടിയിട്ട് ഇളക്കിയിട്ട് നമ്മൾ മറ്റേ തക്കാളി വേവിച്ച് വെച്ചിട്ടില്ലേ, ആ വെള്ളത്തിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കായ പൊടിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. കായമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കടുക് വറുത്ത ടൈമില്ലേ, അപ്പോഴത്തേക്കും കായ വന്നിട്ട് മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ കുരുമുളകോ എല്ലാം ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. ഈസി രസമാണ്, വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.